മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ചലച്ചിത്ര അക്കാദമിയിൽ ഉൾപ്പെടെ സാംസ്കാരിക വകുപ്പിൽ മാറ്റങ്ങൾക്കൊരുങ്ങി UDF സർക്കാർ. ചലച്ചിത്ര അക്കാദമിക്കായി പ്രവർത്തിക്കാൻ സമയമുള്ളവരെ നിയമിക്കും എന്ന് സിനിമാ സാംസ്കാരിക മന്ത്രി PC വിശ്വനാഥ് വ്യക്തമാക്കി. ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ മുൻഗണന നൽകുക അതിനായിരിക്കും എന്നും മന്ത്രി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. IFFK റീഡിസൈൻ ചെയ്യുമെന്നും ഫെസ്റ്റിവൽ കോംപ്ലക്സ് നിർമ്മിക്കുമെന്നും വിശ്വനാഥ് കൂട്ടിച്ചേർത്തു. അല്ല, അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഒരു പെർമനൻ്റ് വെന്യൂ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു 10-14 സ്ക്രീനിലായിട്ടാണ് ഈ ചലച്ചിത്രമേള ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ടാഗോർ ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് പെർമനൻ്റ് വെന്യൂ ആയിട്ട് നിലവിലുള്ള സ്ട്രക്ചറൊക്കെ മാറ്റി നമുക്ക് 6-7 സ്ക്രീനുള്ള ഒറ്റ തിയേറ്റർ കോംപ്ലക്സ് ആയിട്ട് കൊണ്ടുവന്നാൽ ഒരു 7 സ്ക്രീനൊക്കെ ഒരിടത്ത് കിട്ടിയാൽ ആ 7 സ്ക്രീനും പിന്നെ കൈരളി ശ്രീ ഉണ്ട്, കലാഭവനുണ്ട്, സർക്കാർ തിയേറ്ററുകളും ഈ പെർമനൻ്റ് വെന്യൂയിലുള്ള സ്ക്രീനും കൂടെ മതിയാകും നമുക്ക്. ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കുന്ന ഒരു പരിഗണന, ഒന്ന് ഈ അക്കാദമിയുടെ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കാനുള്ള സമയമുള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനുരു അശോകൻ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് അനുരു. എന്തായാലും ഇന്നിപ്പോൾ മന്ത്രി പറയുന്നത് ഈ അലങ്കാരത്തിന് ഒരു ചെയർമാനെ വയ്ക്കുക എന്നതല്ല ഉദ്ദേശം. അക്കാദമിയെ കൈപിടിച്ച് നടത്തിക്കൊണ്ടു പോകാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളെ വയ്ക്കുക എന്നതാണ് ഉദ്ദേശം എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു, നിലപാട് വ്യക്തമാക്കുന്നു. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? മാത്രമല്ല, ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട് ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാഴ്ചപ്പാടും എന്തായിരിക്കണം അത് എന്നത് സംബന്ധിച്ചുള്ള ഈ സർക്കാരിൻ്റെ നിലപാടും മന്ത്രി PC വിശ്വനാഥ് പറയുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ഹർഷൻ. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ശക്തമായ വിമർശനമാണ്, ഒരു കുത്ത് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണ് അക്കാദമിയുടെ തലപ്പത്തേക്ക് കമലടക്കം രഞ്ജിത്ത് അടക്കം അവസാനം കൊണ്ടുവന്നത് റസൂൽ പൂക്കുട്ടിയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രഗത്ഭരെ കൊണ്ടുവരുമ്പോഴും ഈ പ്രഗത്ഭർ കൃത്യമായിട്ട് അക്കാദമിയുടെ മേൽനോട്ടത്തിലും പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം റസൂൽ പൂക്കുട്ടിയെ കൊണ്ടുവരുന്ന അദ്ദേഹം ഓസ്കാർ ജേതാവാണ്. പക്ഷേ നമ്മൾ കണ്ടതാണ് IFFKയുടെ ഉദ്ഘാടന വേദിയിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നില്ല, സാന്നിധ്യമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് UDF സർക്കാർ പ്രത്യേകിച്ച് അക്കാദമിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത്തരത്തിലൊരു പ്രഗത്ഭരെ അല്ല ഉദ്ദേശിക്കുന്നത്. കാരണം അക്കാദമിയുടെ തലപ്പത്ത് ഇരുന്നു കൊണ്ട് അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് വഹിക്കാൻ സമയമുള്ളവരെയാണ്. അതുകൊണ്ട് തന്നെ സമയമുള്ളവരെ മാത്രമേ അക്കാദമിയിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ളതാണ് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് നമ്മളോട് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു വെക്കുന്നത്. മറ്റൊന്ന്, ഈ 30 വർഷം പിന്നിട്ട് കഴിഞ്ഞ IFFKയെ റീഡിസൈൻ ചെയ്യും. അത് ഈ മേളയിലല്ല. ഈ മേള ഇനിയിപ്പം നമുക്കറിയാം ഡിസംബർ എത്താൻ ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ. വരും വർഷങ്ങളിൽ IFFK മറ്റൊരു തരത്തിലേക്ക്, ലോക നിലവാരത്തിലേക്ക് റീഡിസൈനെ കുറിച്ച് ആലോചിക്കും. അത് അടൂർ ഗോപാലകൃഷ്ണൻ, ഡോക്ടർ ബിജു അടക്കമുള്ള സംവിധായകരെ കേട്ട് മറ്റുള്ളവരെയും കേട്ടുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ചലച്ചിത്രമേള മറ്റൊരു തലത്തിലേക്ക് റീഡിസൈൻ ചെയ്യുക എന്നുള്ളത് സാംസ്കാരിക മന്ത്രി പറഞ്ഞു വയ്ക്കുന്നു. മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം, ഇടതുപക്ഷ സർക്കാർ ആലോചിക്കുകയും പിന്നീട് ഉപേക്ഷിക്കുകയും ചെയ്ത ചലച്ചിത്രമേളയ്ക്കായിട്ട് സ്ഥിരം വേദി എന്നുള്ള നിലയിൽ ഫെസ്റ്റിവൽ കോംപ്ലക്സ് വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, പിണറായി സർക്കാർ അധികാരത്തിൽ ഏറുമ്പോഴാണ് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഒരു സ്ഥിരം വേദി എന്നുള്ള നിലയിൽ ഫെസ്റ്റിവൽ കോംപ്ലക്സ് വേണമെന്നൊരു ചർച്ച വരുന്നതും അതിലേക്ക് ചർച്ചകൾ നടക്കുന്നതും. ആദ്യത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന സാംസ്കാരിക മന്ത്രി AK ബാലൻ ഇക്കാര്യത്തിൽ ഏറെ മുന്നോട്ട് പോയെങ്കിലും പിന്നീട് അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള സംവിധായകർ ഇതിനെതിരെ രംഗത്ത് വരികയായിരുന്നു. കാരണം ഈ ഫെസ്റ്റിവൽ കോംപ്ലക്സ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നിർമ്മിക്കാനായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തീരുമാനം. എന്നാൽ അടൂരടക്കമുള്ളവർ ഇത് നഗരമധ്യത്തിൽ നിന്ന് തിരുവല്ലത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഡെലിഗേറ്റുകൾക്ക് എത്താനുള്ള ഒരു പ്രയാസം ചൂണ്ടിക്കാട്ടി ഈ പദ്ധതി എതിർക്കുന്നു. പിന്നീട് കവടിയാറിൽ റവന്യൂ വകുപ്പിൻ്റെ 3 ഏക്കർ ഭൂമി ഇതിനായി കണ്ടെത്താനുള്ളൊരു ശ്രമം നടത്തിയെങ്കിലും ഭൂമി വിട്ടുകൊടുക്കാൻ റവന്യൂ വകുപ്പ് തയ്യാറായില്ല. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്ന് സാംസ്കാരിക മന്ത്രിയായിരുന്ന സജി ചെറിയാൻ ഇപ്പോൾ UDF കണ്ണുവയ്ക്കുന്ന ഈ ടാഗോർ തിയേറ്റർ പരിസരവും ചോദിച്ചെങ്കിലും അന്ന് PRDയുടെ വകുപ്പ് മന്ത്രിയായിരുന്ന പിണറായി വിജയൻ തന്നെ ഇതിന് ഉടക്കിടുകയായിരുന്നു. കാരണം ടാഗോർ തിയേറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിനിമകൾക്ക് മാത്രമല്ല, അത് നാടകത്തിനും നൃത്തങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു പൊളിച്ചു പണിയാൻ ഒട്ടും ഔചിത്യമായിരിക്കില്ല എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. കൂടാതെ കിഫ്ബിയിൽ നിന്ന് 100 കോടി ചിലവാക്കിയാണ് ഇത്തരത്തിലൊരു ഫിലിം കോംപ്ലക്സ് നിർമ്മിക്കേണ്ടത്.
പക്ഷേ ഈ ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ച് ചലച്ചിത്രമേള ഒരു 8 ദിവസവും പിന്നെ ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവൽ ഒരു 4 ദിവസവും അങ്ങനെ ഒരു 12 ദിവസമാണ്. ഈ 12 ദിവസം കഴിഞ്ഞാൽ അത് പിന്നെ KSFDCക്ക് കൈമാറണം. ഈ 100 കോടി ചെലവഴിച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വലിയൊരു തുക KSFDCക്കും ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലൊരു വലിയ സാമ്പത്തിക ബാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇടത് സർക്കാർ ഈ പദ്ധതി ഉപേക്ഷിച്ചത്. എന്നാൽ UDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ തന്നെ ഒന്നാമത്തെ വാഗ്ദാനമാണ്, സാംസ്കാരിക മേഖലയിലുള്ള ഇടപെടൽ സംബന്ധിച്ച് ഒന്നാമത്തെ വാഗ്ദാനം തന്നെയാണ് IFFക്ക് വേണ്ടി ഒരു ഫിലിം കോംപ്ലക്സ് എന്നുള്ളത്. ഇതിന് വേണ്ടിയിട്ടാണ് സാംസ്കാരിക വകുപ്പ് ഇനി PRDയുമായി ചർച്ച നടത്തും. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് VD സതീശനാണ്. ഇത്തരത്തിൽ ടാഗോർ തിയേറ്ററിനെ നവീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള 6-7 സ്ക്രീനുകൾ കൊണ്ടുവരികയും കൂടാതെ കൈരളി, കലാഭവൻ തിയേറ്ററുകളുടെ സ്ക്രീനും നിശാഗന്ധിയും എടുത്തുകൊണ്ട് ഈ ചലച്ചിത്രമേള വരും വർഷങ്ങളിലൊക്കെ നമുക്ക് ഒരു വലിയ രീതിയിൽ സർക്കാരിൻ്റെ കീഴിൽ തന്നെ കൊണ്ടുവരാൻ കഴിയും. കൂടാതെ KSFDCക്ക് ഒരു 6-7 തിയേറ്ററുകൾ കൊണ്ടുവരുന്നതോടുകൂടി KSFDCയുടെ വരുമാനവും വർദ്ധിക്കും. ഈ വരുമാനത്തിൽ നിന്ന് തന്നെ അവർക്ക് ഈ പറയുന്ന ഫെസ്റ്റിവൽ കോംപ്ലക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് UDF സർക്കാർ പറഞ്ഞു വെക്കുന്നത്. റൈറ്റ്, അനിരു അശോകാണ് വിവരങ്ങൾ നൽകിയത്.